ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്വാർട്ടർ ഫൈനൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും ഇന്ന് ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാരണം ടോപ്പ് സിംഗറിൽ ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന 16 കണ്ടസ്റ്റൻസ് ആണ് നമുക്കുള്ളത്. അവരുടെ എല്ലാവരുടെയും ക്വാർട്ടർ ഫൈനൽ ലെവലിലുള്ള ലാസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഉന്മേഷവും ആവേശവും ഒക്കെ ഇന്ന് നമുക്ക് കൂടുതലാണ്. എന്തായാലും നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്തതിനു ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം, പാട്ടുകളൊക്കെ കേൾക്കാം. സോ ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് ഉണ്ണി അങ്കിൾ. വെൽക്കം. എന്തോ ഈ പുലരിയുടെ ഒരുപാട് പാട്ടുകളുണ്ടല്ലോ, നമുക്കൊരു പുലരിയുടെ ഒരു പാട്ട് കേൾക്കണം എന്ന് തോന്നുന്നുണ്ട്. ഈ സന്ധ്യയിൽ പുലരിയുടെ പാട്ട് കേൾക്കുന്നത് ഗംഭീരം. അതെ, ലൈഫ് ഈസ് ഫുൾ ഓഫ് കോൺട്രഡിക്ഷൻസ്, വിരോധാഭാസങ്ങൾ. നമുക്ക് ഇത് കേട്ടാലോ? പുലരേ പൂങ്കോടിയിൽ കേൾക്കാം. അത് കൊള്ളാമോ? പുലരായപ്പോൾ പൂങ്കോഴി കൂവിയപ്പോൾ അത് കൊള്ളാമോ? അത് കേൾക്കണോ? മറ്റത് കേൾക്കണോ? അയ്യോ, എനിക്ക് ഏതെങ്കിലും ഒരു പുലരി മതി. പുലരിത്തൂമഞ്ഞ്. തുള്ളിയല്ലേ ഉള്ളൂ. അതല്ലാതെ പുലരി വിരിയും മുമ്പേ അതാലോ പുലരിയിൽ ഒരു പൂന്തന്നലായാലാണ് ബെസ്റ്റ്. ആ പൂന്തന്നൽ കൊള്ളാം. പാട്ട് പാടുവോ? പക്ഷെ പൊന്നാദ്യം വന്നുപോയി. പിന്നെ ഇപ്പൊ ഏത് പുലരിയുടെ ഏത് പാട്ട്? എനിക്കിപ്പോ പുലരി കേട്ടാ പറ്റൂ. പുലരി ഏതെങ്കിലും പോരെ? ഞാൻ സെറ്റ് ആക്കി തരാം. ആര്യ ചേച്ചിക്ക് പൂന്തന്നലും വേണം. ഉണ്ണിയങ്കളുടെ എന്തെങ്കിലുമൊക്കെ ഒരു ദീപം കൊളുത്തി കൊടുക്കാം. ഭാഗ്യം ഒന്നെങ്കിലും ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ. എന്തായാലും ഇന്ന് പുലരി വിരിയിക്കാനായിട്ട് ഒരാളെത്താൻ പോവാണ്. ക്വാർട്ടർ ഫൈനലിലെ ലാസ്റ്റ് പെർഫോമൻസുമായിട്ട് നമ്മുടെ ആവണി തുമ്പി എത്തുന്നു. വെൽക്കം ആവണി ഓൺ സ്റ്റേജ്. ഹലോ, ഇവിടെ ഒരു മയിൽക്കുട്ടി വന്ന പോലെ ഉണ്ട്. അത് നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു സർ. അത് ആരാണ് ഇത് ചെയ്തെന്ന്? ഇല്ല, ഇത് വാങ്ങിച്ചപ്പോഴേ ഇങ്ങനെ ഞാൻ വിചാരിച്ചത് വരച്ചതാണ്. വരച്ചാണ്, പക്ഷെ വാങ്ങിച്ചപ്പോഴേ ഇങ്ങനെ. അപ്പൊ ജനിച്ചപ്പോഴേ അങ്ങനെയായിരുന്നു. അതെ, ആവണിക്കുട്ടിക്ക് മറ്റേ ഫാബ്രിക് പെയിന്റ് വെച്ചിട്ട് ട്രൈ ചെയ്യാം വരയ്ക്കാൻ വേണ്ടിട്ട്. നമുക്ക് അന്ന് പിക്ചേഴ്സ് വന്ന് വെക്കാൻ നല്ല രസമായിരുന്നു. ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം, പക്ഷെ അത് വളയിപ്പോയി. ഈ കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ. താങ്ക് യു. നല്ല രസം. താങ്ക് യു. അത് മുടിയിൽ കണ്ടോ? മുടി നല്ല രസമുണ്ട്. ബാക്കിലൊന്നും തിരിഞ്ഞടാ, ആ കളർ നല്ല ചേരുന്നുണ്ട് ഇതില്. അതെ, ഒരു കണ്ടീഷൻ ഉണ്ട്. പുലരിയുടെ ഏതെങ്കിലും പാട്ടേ പാടാൻ പറ്റോ? സാധിക്കോ? അല്ലെങ്കിൽ തിരിച്ചു വെക്കോ? ഇപ്പൊ ശരിയാക്കി തരാം. പറഞ്ഞോ. പുലരിയിലൊരു പൂന്തന്നൽ. പൂന്തന്നലും വന്നു. പുലരിയിൽ ഒരു പൂന്തന്നൽ. ബാക്കി എന്താണ്? കൊളുത്തുന്ന ദീപം, ഹരിനാമം ചൊല്ലുമ്പോൾ. നല്ല പാട്ടാട്ടോ. അപ്പൊ സുരേഷ് പീറ്റേഴ്സ് അല്ലേ? ഗിരീഷ് ചിത്ര ചേച്ചി. ഓ, വെരി നൈസ്. സൂപ്പർ. താങ്ക് യു സർ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആവണിക്കുട്ടി. താങ്ക് യു ചേച്ചി. ആവണിക്കുട്ടി പാടാൻ പോവാണ്. എല്ലാ പ്രേക്ഷകരും QR കോഡ് സ്കാൻ ചെയ്തിട്ട് വോട്ട് ചെയ്യണം ആവണിക്ക്. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. കലക്കണം. പൂന്തിന്നൽ കൊളുത്തുന്നു ദീപം, ഹരിനാമം ചൊല്ലുമ്പോൾ തിളങ്ങുന്ന ദീപം, മലർച്ചുണ്ടിൽ തുളുമ്പുന്ന മുളം തണ്ടുമായി മണിക്കണ്ണൻ വിരുന്നെത്തി വിളിക്കുന്നു വിന്നു. മഴയുടെ മിഴിമൺചിരാതിൽ തളിക്കുന്നു തീർത്ഥം, അമ്പാടി പൂമ്പൈകൾ ചുരത്തുന്നു സ്നേഹം, കുലദൈവം കുടികൊള്ളും മലർക്കാവിലേതോ കുയിൽ പെണ്ണിൻ തളിർച്ചുണ്ടോ ജപിക്കുന്നു മന്ത്രം.
താങ്ക് യു. എന്റെ അവണിക്കുട്ടി, എന്താ സർ? ആ പാട്ടില് ആ ചിരി ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. പിന്നെ സജഷൻ എന്താ വെച്ചാൽ കുറച്ചും കൂടെ സ്നേഹിച്ച് പാടാൻ തോന്നി. ആ പാട്ടിനെ കുറച്ചും കൂടെ സ്നേഹിക്കാം. ആ. പക്ഷെ അത് സ്നേഹിക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? ആ. ഈ പാട്ട് നേരാമണ്ണം ഒന്ന് പാടി ഒന്ന് തെളിയാനുള്ള സമയം കിട്ടിയില്ല. പെട്ടെന്ന് ഈ നമ്മുടെ ക്വാർട്ടർ ഫൈനൽ എന്ന് പറയുമ്പോൾ 3 പാട്ട് പെട്ടെന്ന് പഠിക്കണ്ടേ. ആ അപ്പോൾ അങ്ങനെ പഠിച്ചപ്പോഴത്തേക്കും കുഞ്ഞിന് അത്രത്തോളം ഈ പാട്ടൊന്ന് അമഞ്ഞു വരാൻ തക്ക രീതിയിലുള്ള റിഹേഴ്സ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടാത്ത പോലെ എനിക്ക് തോന്നി ആ. പാടി കേട്ടപ്പോ. ആ ആ ശരിയാണോ? ആയിരിക്കും. ഞാൻ നോക്കിയായിരുന്നു പക്ഷേ ആ അറിയത്തില്ല. എനിക്ക് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പാട്ടുമായിട്ട് നമ്മൾ ലയിക്കുന്നുണ്ടല്ലോ. നമ്മൾ കൂടുതൽ പ്രാവശ്യം ഒരു പാട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നു, അതിനെ കൊണ്ടാടുന്നു, പിന്നെ നമ്മുടെ ശബ്ദത്തിലൂടെ നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നു, അത് ശരിയാവുമെന്ന് ടെസ്റ്റ് ചെയ്യുന്നു, പിന്നെ പിന്നെയും പാടി അത് ഇങ്ങനെ മനസ്സിൽ ആക്കുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ പാടുന്നു. അപ്പൊ എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലായത് എങ്ങനെയാണെന്ന് അറിയാമോ? അതെന്താ വെച്ചാൽ മൈക്കുണ്ടല്ലോ, മൈക്ക് കുഞ്ഞ് ആദ്യമേ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ബിഫോർ നമ്മുടെ പെർഫോമൻസ്. ഇങ്ങനെ പിടിച്ചിട്ട് അതിനിടയിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ടാപ്പ് ചെയ്യണം അല്ലേ? ഇങ്ങനെ ടാപ്പ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ വെച്ചാൽ ടെൻഷൻ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? അതിന് ടെൻഷൻ വരാൻ കാരണം ഇതിന് വേണ്ടത്രത്തോളം സമയം ഇത് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടാത്തതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. നമ്മൾ ടോട്ടലി കോൺഫിഡൻ്റ് ആണെങ്കിൽ അത് വരത്തില്ല. അത് ഇതുവരെയും ഞാൻ ആവണിക്കുട്ടിയുടെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അത് കണ്ടു. അത് സാരമില്ല, എല്ലാവർക്കും ടെൻഷൻ വരും, അത് സാരമില്ല. പക്ഷെ ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവിടെ എത്തുകയാണെങ്കിൽ പോകാൻ പോകുന്നത് സെമി ഫൈനലിലേക്കാണ്. സെമി ഫൈനലിൽ നമ്മൾ ടെൻഷൻ അടിച്ചാൽ അത് നെഗറ്റീവായിട്ടേ പോവുള്ളൂ കേട്ടോ. അതാണ് ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, ഒരു കോൺവെർസേഷൻ, തുടക്കത്തിൽ ഒരു കോൺവെർസേഷൻ ആയിരിക്കണം. കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ പറയാണ്, പുലരിയിലൊരു പൂന്തന്നൽ, കൊളുത്തുന്ന ദീപം. അപ്പൊ കൊളുത്തുന്ന ദീപം എന്ന് പറയുമ്പോൾ കൊളുത്തുന്ന ദീപം എന്ന് ഞാൻ പറയില്ല. പറയോ? ദീപം എന്ന് പറയില്ല, ദീപം. ആ പാ ഇങ്ങനെ സൈലന്റ് ആയിട്ട് കേൾക്കുള്ളൂ. അതുപോലെ അതിന്റെ ട്യൂൺ ആണെങ്കിൽ, ഞാൻ കോൺവെർസേഷൻ ആണെങ്കിൽ, ഒരു ഡയലോഗ് ആണെങ്കിൽ, ആവണിക്കുട്ടിയുടെ അടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ, പാട്ടിന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കുന്നു എന്ന് കരുതാം. ഇപ്പൊ അതിന്റെ ട്യൂൺ ആണെങ്കിൽ ഇത്രയല്ലേ വരുള്ളൂ. തരി താരേ തരി താരേ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അപ്പൊ സിമ്പിളായിട്ട്, വെറും സിമ്പിളായിട്ട് അങ്കിളിന്റെ അടുത്ത് അത് പാട്ടിലൂടെ സംസാരിക്കുന്ന പോലെ ഒന്ന് പാടി തന്നാൽ അങ്കിളിന് ഒത്തിരി സന്തോഷമാവും. കമോൺ. പുലരിയിലൊരു പൂന്തിന്നൽ കൊളുത്തുന്നു ദീപം ഹരിനാമം ദീപ് ആ പം കുറച്ചുകൂടെ പമ്മി പമ്മണം. ദീപം ഹരിനാമം ചൊല്ലുമ്പോൾ തിളങ്ങുന്ന തിളങ്ങുന്ന ദീപം മലർച്ചുണ്ടിൽ അവിടെ ഭയങ്കര മെലഡിയാണ്. ദീപം മലർച്ചുണ്ടിൽ തുളുമ്പുന്ന മുളം തണ്ടുമായി. ശബ്ദം ഉയർത്തരുത്, അതൊക്കെ ഒതുക്കണം. മുളം തണ്ടുമായി ചെയ്യണം. മുളം തണ്ടുമായി മണിക്കണ്ണൻ വിരുന്നെത്തി വിളിക്കുന്നുവെന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് കാവ്യയെ ഓർമ്മ വരും ഇങ്ങനെ പാടിയാൽ. കാരണം ഈ പാട്ട് കാവ്യയെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാവ്യ എന്ന് പറഞ്ഞാൽ കാവ്യ മാധവൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നല്ല പാട്ടുകാരിയാണ് കേട്ടോ കാവ്യയുടെ പാട്ടിനെ പറ്റി ഒരുപാട് സംസാരിക്കാറുണ്ടെന്ന്. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകതയാണ് ഒരു കാവ്യ സൗന്ദര്യം ആ പാട്ടിലുള്ളത്. അപ്പൊ കാവ്യയുടെ മുഖം, ആ കാവ്യ മുഖം നമ്മൾ ഓർക്കാതെ നമുക്ക് പാട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ പാടിയപ്പോ എനിക്ക് കാവ്യ ഓർമ്മ വരുന്നു. അതാണ്, ആ സീൻസ് ഓർമ്മ വരുന്നു, ആ സിനിമ ഓർമ്മ വരുന്നു, ആ സിനിമയുടെ സോങ് സിറ്റുവേഷൻ ഓർമ്മ വരുന്നു. ഇത്രയും ഓർമ്മിപ്പിക്കണം, കേൾക്കുന്ന ഓരോരുത്തരെ ഓർമ്മിപ്പിക്കണം. കാണാത്തവരെ പോലും എന്തോ സിനിമ പുതുതായിട്ട് കാണിക്കുന്ന പോലെ തോന്നണം പാട്ട് പാടുമ്പോ. അതാണ് ഒരു പാട്ടുകാരി അവിടെ എത്തി എന്നുള്ളതിന്റെ. അപ്പൊ ആവണിക്കുട്ടിയുടെ ശബ്ദം എപ്പോഴും ഗംഭീരാണ്. അത് ശ്രുതി ചേരണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ശ്രുതി ചേർന്നില്ല, പ്രത്യേകിച്ചും അനുപല്ലവിയും ചരണവും തുടങ്ങിയ ഒരു സിന്ദൂര, അതുപോലെ കാറ്റു കർപ്പൂര, അത് ആ പായിൽ കറക്റ്റായിട്ട് ചേർന്നില്ല. ഷഡ്ജം പഞ്ചമം എപ്പോഴും ചേർക്കണം, എന്നാലേ മറ്റുള്ള സ്വരങ്ങളും ചേരൂ. അല്ലെങ്കിൽ അവര് പറയും
സായും പായും ചേർത്തില്ല. പിന്നെ നമുക്ക് സൗകര്യമില്ല, കൂടെ വരത്തില്ല എന്ന് പറയും. അത് പറ്റത്തില്ല കേട്ടാ. അപ്പൊ സായും അത് തന്നെ. അപ്പൊ സാ പാ ചേർക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മണിനാദം ഉണരുന്നുവോ, അതെങ്ങനെ പാടിയ? കണിമഞ്ഞിന്റെ മണിനാദമുണരുന്നുവോ. അടുത്തത് എന്റെ പാലാഴിപ്പുഴയായ നിലയിൽ നിന്നും ഒരു പാടന്റെ പൂപ്പാട്ടു കേൾക്കും. പൂപ്പാട്ടും ശ്രുതി ചേർന്നില്ല നേരത്തെ. നേരത്തെ പാടിപ്പോ ശ്രുതി ചേർന്നില്ല, അത് ശ്രദ്ധിക്കണം. കല്യാണിയായി, സൂപ്പർ. മയിൽപീലിയായി, അതിനേക്കാൾ സൂപ്പർ. അത് രണ്ടും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഏതോ ഒരു സംഗതി ഇടയ്ക്ക് എവിടെയോ പാടിയല്ലോ, ദീപം ലാസ്റ്റ്, അതെങ്ങനെയായിരുന്നു? പുലരിയിലൊരു പൂന്തിന്നൽ കൊളുത്തുന്നു ദീപം, ഹരിനാമം ചൊല്ലുമ്പോൾ തിളങ്ങുന്ന ദീപം. അത് അവസാനത്തെ പല്ലവിയിൽ എന്തോ സുഖമില്ലാത്ത പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് മൊത്തം പറയാനുള്ളത്. പിന്നെ ഈ കല്യാണി എന്ന് പറഞ്ഞ രാഗത്തിൽ ഏത് പാട്ട് എങ്ങനെ ആര് ചെയ്താലും അത് ഭയങ്കര രസമായിരിക്കും. എത്രയോ ഗസൽസ്, എത്രയോ ചലച്ചിത്ര ഗാനങ്ങൾ ഈ നമ്മുടെ കല്യാണി നമ്മളെ മയക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ കല്യാണിയും ആ രീതിയിൽ മയക്കി അല്ലേ ഉണ്ണിച്ചേട്ടാ? മാക്സിമം എക്സ്പ്ലോയിറ്റഡ് രാഗ അല്ലേ? എല്ലാ മലയാള മാത്രമല്ല, എല്ലാ ഭാഷകളിലും എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെയാണ്. കല്യാണിയാണ് ഏറ്റവും അധികം. ആൻഡ് മോഹനം ഓൾസോ. യെസ്. അപ്പോ അങ്ങനെ ഇരിക്കെ ആവണിക്കുട്ടിയുടെ പാട്ട് മനോഹരമായി. എന്തൊരു ക്യൂട്ടാ മോളുടെ വോയിസ്. ഈ പാട്ടിന് പറ്റിയൊരു ക്യൂട്ട് വോയിസ്. ഒരു 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ വോയിസ് വരി. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. നന്നായിരുന്നു കേട്ടോ. അതില് അനുപല്ലവിയിലും ചരണത്തിലെ ലാസ്റ്റ് 2-3 ലൈൻസ് ബ്യൂട്ടിഫുൾ ആയി പാടി. അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഈ ഫൈൻ ട്യൂണിങ് ഒന്നും കൂടി ശ്രദ്ധിക്കണം മോളെ കേട്ടോ. ചില സാധനങ്ങൾ എന്താ പറയാ, നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ചുകൂടി ഡിക്ഷനിൽ ശ്രദ്ധിക്കണം മോളെ. പല സ്ഥലത്തും ഭൂപാളമൊക്കെ, കുറച്ച് ഭൂപാളം ഒക്കെ പാടിയിരുന്നു അല്ലേ? അതെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം കേട്ടോ. അതർവൈസ് ഇറ്റ് വാസ് എ ഗുഡ് ട്രൈ. ആൻഡ് വളരെ ശ്രദ്ധിച്ച് പാടി. ശ്രുതി മാറ്റിയിരുന്നു മോളെ. അരക്കട്ടെ കുറച്ചിരുന്നു. അത് ഒറിജിനലാ പാടിക്കൊണ്ടിരുന്നത്, പക്ഷെ ഒരു കുറച്ചു രാവിലെ എനിക്ക് തൊണ്ട കിട്ടിയില്ല. ഹൈ പാടുമ്പോ കുറച്ച് പ്രശ്നം ഉണ്ടാവും. പക്ഷെ എനിക്ക് വളരെ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ആ പിച്ചിൽ മോള് പാടിയിരുന്നു വെച്ചാൽ ഇത് കുറേം കൂടി ഇംപ്രസീവ് ആയനെ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ കല്യാണി അല്ലേ, മയിൽപീലി, അവിടെയൊക്കെ ഈ സുഖം അതിൽ വരുമോ? ഒന്ന് പാടി നോക്കാം. ഒറിജിനൽ പിച്ച് ഒന്ന് കൊടുത്തേ മിഥുൻ. കാറ്റ് കർപ്പൂരമൊഴിയുന്ന കാവിൽ നിന്നും കണിമഞ്ഞിന്റെ മണിനാദമുണരുന്നുവോ. എന്റെ പാലാഴിപ്പുഴയായ നിലയിൽ നിന്നും ഒരു പാണന്റെ പൂപ്പാട്ടു കേൾക്കുന്നുവോ. നിന്റെ വനമാലയായി നല്ല മയിൽപ്പീലിയായി, എന്റെ വനമാലയായി നല്ല മയിൽപ്പീലിയായി, എന്റെ ഏകാന്ത ജന്മം നീ പൊന്നാക്കുമോ. അതൊന്ന് ട്രൈ ആയിരുന്നു. അപ്പോ ശരി, ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഇതിലായിരുന്നു വെച്ചാൽ കുറച്ചുകൂടി ഇംപ്രസീവ് ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ നന്നായിരുന്നു. ക്യൂട്ട്, വെരി ക്യൂട്ട് പെർഫോമൻസ്. ഗുഡ്. ആവണിക്കുട്ടി എന്താ ചേച്ചി, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് സുബിൻ ചേട്ടാ ആ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നല്ല ആ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ദാറ്റ് വാസ് സോ ഗുഡ്. അപ്പൊ കേട്ടുമ്പോ നമ്മൾ ആ പാട്ടിലേക്ക് പെട്ടെന്ന് തന്നെ എൻ്റർ ആയി, ആ പാട്ടിലോട്ടേക്ക്. എന്താ പറയാ, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. അത് മാത്രമല്ല, എനിക്ക് എപ്പോഴും തോന്നും സുബിന്റെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, ഒരു മ്യൂസീഷ്യൻ അങ്ങനെ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഹംബിൾ, സിമ്പിൾ ആണ്, പക്ഷേ വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അങ്ങനെയാണ് വേണ്ടത്. അതാണ് മനുഷ്യൻ സംഗീതജ്ഞനാവുന്നതിന്റെ ഒരു പ്രത്യേകത. നമുക്ക് മനുഷ്യനായിട്ട് തോന്നും, അതുല്യ സംഗീതജ്ഞനായിട്ട് തോന്നും. ടോപ്പ് ബാൻഡ് നല്ല ആ ഒരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെ സെറ്റ്
ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് ഹെൽപ്ഡ് യു എ ലോട്ട് ടുഡേ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എനിക്കിന്ന് പ്രൊനൗൺസിയേഷനാണ് ഒരുപാട് സ്ഥലങ്ങളിൽ കുറച്ചൊരു എന്താ പറയാ, പല വാക്കുകളും ക്ലിയർ അല്ലാത്ത പോലെ ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ അതൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാനിങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ആ ഹൈ വാസ് സോ ഗുഡ്. താങ്ക് യു. അത് എന്താ പറയാ, ആവണിക്കുട്ടിക്ക് ആവണിയുടെ വോയിസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഏരിയ ആയിരുന്നു ആ പാട്ടില്. ആ ഒരു ഞാൻ പോർഷൻ പുറത്തുനിന്ന് അതായിരുന്നു ഏറ്റവും കൂടുതൽ പാടി നോക്കി. അതിങ്ങനെ ആ ശബ്ദത്തില് നമുക്കിങ്ങനെ രജിസ്റ്റർ ആവില്ലേ, ഒരു പാട്ട് പാടിക്കഴിഞ്ഞാല് അതില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഇങ്ങനെ നമുക്കിങ്ങനെ ലൂപ്പിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റില്ലേ. അതുപോലെ എനിക്ക് സോ ഗുഡ്, ഹൈലൈറ്റ് ആയി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ പെർഫോമൻസിന്റെ കാര്യം. മൊത്തത്തിൽ നല്ലൊരു ഒരു വാംത്ത് ഉണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ, ഓൾസോ കോറസ് ആൻഡ് വൈശാഖേട്ടൻ stood out. പിന്നെ എനിക്കും ഈ രാഗം ഭയങ്കര ഇഷ്ടമാണ്, കാരണം പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ രാഗമാണ്. അപ്പൊ ആവണിക്കുട്ടി, എന്തോ ചേച്ചി ഇന്നത്തെ ഈ ബ്യൂട്ടിഫുൾ പാട്ടിന് ഇറ്റ് ഈസ് 96.75 ഔട്ട് ഓഫ് 100. ആവണിക്കുട്ടി, ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത ദിവസം കാണാം. ബൈ. ചില ചാറ്റൽ മഴകള് നമ്മൾ നനയുമ്പോഴത്തേക്കും പിന്നെയും അത് നനയണമെന്ന് തോന്നുമല്ലേ? അതുപോലെ സംഗീതത്തിന്റെ ചാറ്റൽ മഴ നിരന്തരം പെയ്യിക്കുന്ന, നമ്മളെ അത് നനയുന്നതിനുള്ള സുഖം നമ്മളെ അറിയിക്കുന്ന നമ്മുടെ ലിറ്റിൽ ജീനിയസിനെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. ആരാണത്? JR ശിവകാമി. Shivakami, 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 ആഹാ, Shivakami. സുന്ദരി ഉണ്ടല്ലോ. നല്ല കോമ്പിനേഷൻ, ഈ റെഡും ഒരു ക്രീം കളറും. ആ ബാക്കിൽ പൂവ് കണ്ട? ഇല്ല, ഒന്ന് തിരിഞ്ഞ നോക്കട്ടെ. അമ്പോ, കൊറേ മുടിയുണ്ടല്ലോ. ആഹാ, സുന്ദരിയുണ്ട് കേട്ടോ. ഒരു ദിവസം കൊണ്ട് വളർന്ന കേട്ടോ. പെട്ടെന്നൊരു വളർച്ചയാണ്. പെട്ടെന്നൊരു തഴച്ചു വളർന്നു. ശിവകാംസ്, ഏതാണ് പാട്ട്? താമരത്താലിൽ തടവിലാക്കും. പെർഫോമൻസ് ആണല്ലേ? ആഹാ, എന്റെ ഫേവറേറ്റ്. റെഡിയല്ലേ? റെഡി. Aliens round. Awaiting യെസ്. anxiously. അപ്പൊ നമ്മുടെ ശിവകാമി കുഞ്ഞിന് QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യാം. ആലില കാവിലെ തെന്നലെ നിന്നെ ഞാൻ താമരത്താലിയിൽ
കേട്ടപ്പോഴേ ഉടനെ ഒരു പാട്ട് ഓർമ്മ വന്നേ. Shikama shika mama shika mama shika shikama mama shika mama shika mama shika shikama mama shika mama shika mama shika shikama mama shika mama shika mama shika. Oh. മകളെ എന്തോ ശിവകാമി കുഞ്ഞെ, എന്തോ ഇന്ന് കുറെ തിരിഞ്ഞു മറിഞ്ഞു പോയോ ഇല്ലേ? അനുപല്ലവിയില് മറിഞ്ഞു, പിന്നെ ചരണത്തിൽ തിരിഞ്ഞു. അപ്പൊ രണ്ടും കൂടെ ആയപ്പോ എന്തായി? തിരിഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് എങ്ങനെയോ പോയി അല്ലേ? സാരമില്ല കേട്ടോ, ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ സംഭവിക്കും. അപ്പൊ ഈ ദിവസം നമുക്ക് അങ്ങ് മറന്നാലോ അല്ലേ? ഇങ്ങനെ ഒരു പെർഫോമൻസ് നമ്മൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇവാലുവേറ്റ് ചെയ്യണ്ട, അതെ, ബിയോണ്ട് ഇവാലുവേഷൻ ആണ്. പക്ഷെ പല്ലവി പാടിയത് കൊള്ളായിരുന്നു കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആലിലെ കാവിലെ തെന്നലെ നിന്നെ ഞാൻ താമരത്താലിയിൽ തടവിലാക്കും. കടുകുകൾ പൂക്കുമാ വയലുകൾക്കപ്പുറം കുടിലിലേക്കിന്നു ഞാൻ കൊണ്ടുപോകും. കൊട്ടുണ്ടോ കുഴലുണ്ടോ കൂടെയാൻ, മഞ്ഞുണ്ടോ മഴയുണ്ടോ രാവുറങ്ങാൻ. ചരണത്തിന്റെ ബിഗിനിങ് പാടില്ലേ, ആ മെലഡി പാടില്ലേ, എവിടെയാണോ മെലഡി പാടുന്നത് അവിടെ തകർക്കും നമ്മുടെ ശിവകാമി. തകർത്ത് തരിപ്പണമാണ്. മാൻകിടാവുകൾ പിടഞ്ഞു പാഞ്ഞപ്പോൾ നെഞ്ചിലായിരം കിനാവ് മിന്നവേ പീലി നീർത്തുമീ മയൽക്കുലങ്ങൾ പോൽ ലോലലോലമായി വിരിഞ്ഞു മാനസം. അപ്പൊ നമുക്ക് ചരണം ഒന്ന് ശരിയാക്കി എടുക്കാം. നമുക്കൊന്നുകൂടെ പാടി നോക്കാം. പാടി നമുക്ക് നോക്കാം. അങ്ങനെയല്ലേ? Yes. നമുക്കതൊന്ന് റിപ്പയർ ചെയ്തെടുക്കാം. 1 2 3 4. സ്വർണ്ണനൂല് പോൽ മെലിഞ്ഞ നിന്നെ ഞാൻ സ്വന്തമാക്കുവാൻ വരുന്ന സന്ധ്യയിൽ നാട്ടുമൈനകൾ പറന്നു പാറുമീ കൂട്ടിനുള്ളിൽ ഞാൻ അലിഞ്ഞു പാടവേ. 1 പൊന്നുരച്ച പൊട്ടു തൊട്ട വെണ്ണിലാവ് പോൽ നിന്നെ വന്നു മുത്തമിട്ട രാത്രിയിൽ. ഒന്നുകൂടെ 1 മഞ്ഞുരുക്കി മാറ്ററിഞ്ഞ വെള്ളമെന്ന പോൽ നീ മിനുക്കി വന്നു നിന്ന രാത്രിയിൽ കാലുകൾ മേയും ഈ ആലയിൽ കാവലാൻ പാലുപോൽ പെയ്യാൻ നിലാവുണ്ടോ. കറക്റ്റ്. യെസ്. ഒരു കോംപ്ലിക്കേഷനും ഇല്ല. അപ്പൊ വേറൊന്നുമില്ല. 1 1 പുഷ്പം. ഇത്രയേ ഉള്ളൂ. ഇതാണ് തിരിഞ്ഞു മറിഞ്ഞ് തിരിഞ്ഞ് കളിച്ചത് അല്ലേ? ഇപ്പൊ റിപ്പയർ ആയില്ലേ? അപ്പൊ എഞ്ചിൻ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഇതിന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല. എന്തോ ഒരു ഇഷ്ടമാണ് നമുക്ക് ശിവകാമി കുഞ്ഞിനെ അല്ലേ? പക്ഷെ നമുക്ക് എപ്പോഴും പാടിയതുപോലെയാണ് നമുക്ക് മാർക്ക് തരാൻ പറ്റുന്ന കേട്ടോ. പക്ഷെ മോള ആദ്യമായിട്ടാണ് അങ്ങനെ തെറ്റിക്കുന്നത് അല്ലേ? ഒരു താളം ആദ്യമായിട്ടാണ് ഒരു വെരി ഫസ്റ്റ് അല്ലേ? ഇത്രയും പാട്ട് പാടിയിട്ട് അതെന്തോ ഒരു ശ്രദ്ധക്കുറവ് വന്നു അല്ലേ? അല്ല, കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അത് പെട്ടെന്ന് ഒരു ലിറിക്സ് മറന്നു. കുഞ്ഞല്ലേ, അപ്പൊ ചില സമയത്ത് പ്രഷർ ഉണ്ടല്ലോ. അത് മാത്രമല്ല ഉള്ളിലുണ്ടാവും. ക്വാർട്ടർ ഫൈനൽ അല്ലേ, പ്രഷർ ഉണ്ട്. പക്ഷെ ക്വാർട്ടർ ഫൈനലിന്റെ ഒരു ടെൻഷൻ ഒന്നുമില്ല അവൾക്ക്. അത് വെളി കാണിക്കൂല, ഉള്ളിലുണ്ട്. എനിക്ക് അങ്ങനെ തോന്നണേ. ഉണ്ടോ മോളെ? അങ്കിള് തെറ്റിപ്പോയായിരിക്കും. ശിവകാമി കുഞ്ഞെ സാരില്ല കേട്ടോ, സാരില്ല, കുഴപ്പമില്ല, മിടിക്കുക. നമുക്ക് എന്തായാലും ടോപ്പ് ബാൻഡിനെ താങ്ക് ചെയ്യാം. നമുക്ക് അവർ അടിപൊളിയായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു ടോപ്പ് ബാൻഡ്. യെസ്. തിരിഞ്ഞു മറിഞ്ഞ അവിടെ വന്നു. അവസാനം പൂച്ച 4 കാലിൽ വീണു. നല്ല സ്റ്റെപ്സ് ആയിരുന്നല്ലോ ശിവകാമി കുട്ടി. അതെങ്ങനെ പഠിച്ചു പുതിയ സ്റ്റെപ്പൊക്കെ? അമ്മ പഠിപ്പിച്ചതാണോ? സൂപ്പർ ആയിരുന്നു കേട്ടോ അത്. എനിക്ക് ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് മുടിയൊക്കെ ഇത്രത്തോളം വളർത്തി ഇങ്ങനെ നല്ല ഡാൻസ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും ശരിക്കും ആ പടത്തിൽ എനിക്കൊന്ന് ജ്യോതിർമയി ചേച്ചിയല്ലേ, ജ്യോതിർമയി ചേച്ചിയുടെ സ്റ്റെപ്പൊക്കെ എനിക്ക് ഓർമ്മ വന്നു. എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമായിരുന്നു പട്ടാളം. അപ്പം അത് എൻ്റെ കുറച്ച് സീൻസ് ഒക്കെ എനിക്ക് ഓർമ്മ വന്നു. പിന്നെ മാത്രമല്ല ശിവകാമിക്കുട്ടി നന്നായി പാടി. സ്പെഷ്യലി ആ മെലഡി ആ മെലിഞ്ഞെന്ന് പാടിയില്ലേ, മെലിഞ്ഞ നിന്നെ ഞാൻ. ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. സ്വർണ്ണനൂല് പോൽ മെലിഞ്ഞ നിന്നെ ഞാൻ
ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പൊ ആ തിരിഞ്ഞു പോയ ആ ഭാഗം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു ശിവകാമി കുഞ്ഞെ കേട്ടോ. മിടുക്കിയായി പാടി. ടെൻഷൻ അടിക്കാതെ ഇരിക്കുക, അത്രേ ഉള്ളൂ. കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ കഴിഞ്ഞു നമ്മുടെ ടെൻഷൻ കഴിഞ്ഞു. ഇനിയിപ്പോ ടെൻഷൻ ഉണ്ടെങ്കിലും കഴിഞ്ഞു, പെർഫോമൻസ് കഴിഞ്ഞു. നമ്മുടെ ക്വാർട്ടർ ഫൈനലിലത്തെ 3 പെർഫോമൻസസും ശിവകാമിക്കുട്ടിയുടെ ഡൺ ആൻഡ് ഡസ്റ്റഡ്. ഓക്കെ, മിടുക്കിയാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ശിവകാമക്കുട്ടി ഭംഗിയായി പാടിട്ട് നമ്മളെ. ആ പല്ലവി സൂപ്പർബായിരുന്നു, അനുപല്ലവി ചരണം തുടക്കം സൂപ്പർബായിരുന്നു. പിന്നെ അത് വിട്ടത് കുറച്ചൊരു ഫോക്കസ് നഷ്ടപ്പെട്ടുണ്ട്. അതൊന്നും സാറില്ല. ആദ്യമായിട്ടൊരു തെറ്റ് സംഭവിക്കുന്നു ഇവിടെ അല്ലേ, അതൊക്കെ നമ്മൾ മായ്ച്ചു കളഞ്ഞു. ഓക്കെ, ഗുഡ് ലക്ക്. ശിവകാമി കുട്സ് ഇന്നിപ്പോ ഇങ്ങനെയൊക്കെ പറ്റി, തിരിഞ്ഞുപോയി, മറന്നുപോയി. സാരമില്ല, സെമി ഫൈനൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശിവകാമി കുഞ്ഞ് ഇതൊന്നുകൂടെ മനസ്സിൽ വയ്ക്കണം കേട്ടോ. എപ്പോഴും ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്സ് വരില്ലേ, ലോകത്ത് എല്ലാവർക്കും മിസ്റ്റേക്സ് വരും. ചില ദിവസത്തിൽ ആ മിസ്റ്റേക്സ് ഇങ്ങനെ ഗ്ലാരിങ് ആയിട്ട് വരും, ചില ദിവസം അത് ആർക്കും മനസ്സിലാവാത്ത പോലെ അതങ്ങ് പോവും. ഇന്നത് മനസ്സിലാവുന്നത് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ശിവകാമി കുഞ്ഞിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മാർക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ പെർഫോമൻസിൻ്റെ അല്ലേ തരിക അല്ലേ. അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ശിവകാമി കുഞ്ഞ് ഗോയിങ് ടു ബി അവാർഡഡ് 95.75 out of 100. അപ്പൊ ശിവകാമി കുട്ടി ക്വാർട്ടർ ഫൈനലിലത്തെ 3 പെർഫോമൻസും കഴിഞ്ഞു അല്ലേ. മിടുക്കിയായിട്ട് പാടി. പെർഫോമൻസ് റൗണ്ടും അടിപൊളിയായിരുന്നു, മെലഡി റൗണ്ടും അടിപൊളിയായിരുന്നു, ദേവരാജ മാസ്റ്റർ റൗണ്ടും അടിപൊളിയായി പാടി. ഓക്കെ, മിടുക്കിയാണ്. അപ്പൊ ഇനി സുഖമായിട്ട് പോയി കിടന്നുറങ്ങിക്കോ. ഓക്കെ, ബൈ ചാച്ചിക്കോ, ഗുഡ് നൈറ്റ്. MJ സർ, അടുത്തത് മിസ് വെർസറ്റൈൽ. എന്നെ വിളിക്കുക. എന്തറിയോ, പെർഫോമൻസ് റൗണ്ട് ആണ്. മിസ് വെർസറ്റൈൽ ആണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. യെസ്, ജിതു, നമ്മുടെ ചിത്തക്കുട്ടി അല്ല ജിതക്കുട്ടി. യെസ്, നമുക്ക് വെൽക്കം ചെയ്താലോ? വെൽക്കം ചെയ്യാം. ജിതക്കുട്ടി. ആ കൊമ്പ് കോർക്കൽ ഗംഭീരായിട്ടോ. ഇങ്ങനെയാക്കിയത് അല്ലേ നമ്മുടെ കുഞ്ഞല്ലേ അല്ലേ, എത്ര സ്നേഹാണ് അല്ലേ. ക്വാർട്ടർ ഫൈനൽസ് ജേർണി എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. എന്താണ്, ഭയങ്കര ഹാപ്പി, എക്സൈറ്റഡ്, ആകാംക്ഷാഭരിതമായ അല്ലേ സന്ദർഭങ്ങൾ. അല്ല, കഴിഞ്ഞ ദിവസം പോലെ അല്ലാട്ടാ, നല്ല കോൺഫിഡന്റ് ആണ്. കാരണം പെർഫോമൻസ് റൗണ്ട് ആണല്ലോ. അപ്പൊ ഇത് നമ്മുടെ ഏരിയ ആണല്ലോ അല്ലേ. ആരാന്നേ സീക്രട്ട് ആയിട്ട് പറയാൻ പറഞ്ഞപ്പോ നമുക്കൊന്നുകൂടി പറയാം. ഒത്തുപിടിച്ചതാരാ? ദീപക് ദേസായിയുടെ സോങ്. വെരി നൈസ്. ദീപുവിന്റെ സോങ് ആണ്, വൺ ഓഫ് ഹിസ് ബെസ്റ്റ്, ഒരു സംശയമില്ല. മാത്രമല്ല ജിതുവിന് അടിച്ച് പൊളിച്ച് തകർക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ശരിക്കും ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. ഗംഭീരാകട്ടെ. ഓക്കെ, അപ്പൊ ജിതുക്കുട്ടിക്ക് വോട്ട് ചെയ്യണ്ടേ? വേണോ? വേണം. അപ്പൊ QR കോഡ് സ്കാൻ ചെയ്യുക, വോട്ട് ചെയ്യുക. ഓക്കേ, താങ്ക് യു. ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ. ഓനാന്ന് എത്തുപിടിക്കുന്നതോനാന്ന്, നേരാന്നേ കൂട്ടിനു വന്നതവനാന്നേ. മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന്, പോയോരും വന്നോരും ചോര പൊഴിച്ചൊരു മണ്ണാന്നേ. കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താനം. കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താനം. ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ, തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ.
പാടൂ നമ്മളൊന്നല്ലേ അതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താനോ അതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താനോ ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കുന്നതോനാന്ന് നേരാന്നേ നേരാന്ന് കൂട്ടിനു വന്നതവനാന്ന് ഒത്തുപിടിച്ചേ ഐലസ ഏറ്റുപിടിച്ചേ ഐലസ നീട്ടി വലിച്ചേ ഐലസ അല്ലു വലിച്ചേ മുന്നാര്യൻ പാടത്തും ഉത്സവമേളം നമ്മൾ തുടികൊട്ടി അടിവച്ച് താളമിട്ടില്ലേ തട്ടെടുത്ത് ഞൊറിയിട്ട് കുറിയിട്ടോരെ ഒന്നു വട്ടമിട്ട് കൈകൊട്ടി പൂപ്പൊലിപ്പാടാം കുമിര കുമിര കൊടി കൊട്ടിട തകിട തകിട തകതിത്തന തെലുന്ത് തെലുന്ത് വിള വിളങ്ങി പറ 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 കൊട്ടണ ഉയിരിന്നുയിരെ പാടൂ നമ്മളൊന്നല്ലേ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താനോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താനോ ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കുന്നതോനാന്ന് നേരാന്നേ നേരാന്നേ കൂട്ടിനു വന്നതവനാന്നേ മണ്ണാന്ന് മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്നേ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താനോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താനോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താനോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താനോ താങ്ക് യു. ജിതക്കുട്ടി എന്തോ എന്തൊരു എനർജിയാ ജിതു എന്തൊരു എനർജിയാ ഓരോ സ്റ്റെപ്പും എന്താ പറയാ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ എക്സ്പ്ലോഡ് ചെയ്യാണ് സൂപ്പർ ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കുന്നതോനാന്ന് നേരാന്നേ നേരാന്നേ കൂട്ടിനു വന്നതവനാന്നേ ഒരുപാട് ഒരുപാട് നല്ല നല്ല ഭാഗങ്ങളുണ്ടായിരുന്നു എസ്പെഷ്യലി ചെമ്പകയെ റാണിമാല നിരനിരയാല് അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു എന്താ പറയാ ഒരു ഫോക്ക് ടച്ച് ഉണ്ടല്ലോ ആ പാട്ടിന്റെ ആ ഫോക്ക് ടച്ച് നല്ല രസത്തില് ജിതു പാടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആകെ ഒരു സംശയം പിച്ച് കുറച്ച് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു തോട്ട് വന്നു എനിക്ക്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ ഓനാന്നേ ഓനാന്ന് എത്തുപിടിക്കുന്നതോനാന്ന് നേരാന്നേ നേരാന്നേ കൂട്ടിനു വന്നതവനാന്നേ മണ്ണാന്ന് മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചോര പൊടിച്ചത് പോയാരും വന്നോരും ചോര കുടിച്ചൊരു മണ്ണാന്ന് പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന് സ്ട്രെയിൻ ഉണ്ട് റേഞ്ച് ഉണ്ട്. മറ്റേ പോർഷൻ കിട്ടുമോ? ചെമ്പകയെ റാണിമാല നിരനിരയാലെ തകിലടി ചെണ്ടയും പൂങ്കുറുങ്കുഴലും താളമയല്ലോ. യെസ് ഐ തിങ്ക് പോയോരോ അത് ഇത് ഹെഡ് വോയിസിലാണ് വരുന്നത്. അതെ മറ്റേത് ചെസ് വോയിസിലാണ്. ചെസ്റ്റ് വോയിസ് അതാണ് ആണ്. അതിന് അപ്പൊ ചെസ് വോയിസിൽ അവിടെ കിട്ടൂല എന്നുള്ളതാണ്. കിട്ടൂല എന്ന് പറഞ്ഞാൽ അത് റിസ്കി ആണെന്ന് risky. തോന്നിയത് കൊണ്ടാണ്. റിസ്കി ആണെന്ന് തോന്നിയത് കൊണ്ടാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ജിതുവിന് പറ്റും ആ റേഞ്ച് പറ്റും. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയാ ഈ പാട്ടൊരു സ്റ്റാമ്പ്ഡ് ആയേനെ എന്ന് തോന്നി. കുറച്ചുകൂടെ ഇമ്പാക്ട് ഉണ്ടായേനെ. ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഇതുപോലുള്ള എന്താണ് ഒരു ഫെസ്റ്റിവൽ ഓഫ് ഋതം പോലെയല്ലേ ഈ പാട് ജിം അപ്പൊ അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ആ പിച്ചിൽ കൂടെ വരുമ്പോൾ ജോബിന്റെ ശബ്ദം വരുന്നത് അങ്ങനെയാണല്ലോ. അതിങ്ങനെ മേളിൽ വരുമ്പോഴാണ് അതിന് ഇമ്പാക്ട് വരണേ അല്ലേ. അത് ഫീമെയിൽ വോയിസിൽ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈവൻ ചെസ് വോയിസിലാണെങ്കിൽ പോലും കുറച്ചും കൂടെ ഹയർ ഒരു ഇത്രയും ഒരു റേഞ്ച് വ്യത്യാസം തന്നെ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കും. ഇമ്പാക്ട് ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ
പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലായില്ലേ? ആ മനസ്സിലായി. അപ്പൊ അതാണ് ഇന്ന് മെയിനായിട്ട് ഫീൽ ചെയ്തത് കേട്ടോ ജിതു. പിന്നെ 2-3 സ്ഥലത്ത് മൈക്ക് ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ക്യാച്ച് ചെയ്തില്ല. ഒന്ന് മറ്റേ കതിരെല്ലാം കെട്ടാണ് കെട്ടാണ് പതിരെല്ലാം പാടിയ സ്ഥലത്തൊക്കെ അനുപല്ലവിയിൽ ആ കതിരെല്ലാം എന്നുള്ളത് കേട്ടില്ല. അത് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. മേ ബി ജിതു ആ സ്റ്റെപ്സ് ചെയ്യുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ എന്താ ബോധേഡായില്ല എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ആ ഇവിടെ തെലുന്ത് തെലുന്ത് വിള വിളക്കി പറ 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 കൊട്ടട കഴിഞ്ഞിട്ട് നല്ല ബ്രെത്ത് എടുക്കേണ്ടി വന്നു. യെസ്, അപ്പൊ അവിടെ ഒരു എന്താ പറയാ ഓൺ ടൈമിംഗ് ആയില്ല വന്നത്. ഓക്കെ, ഇങ്ങനത്തെ കുഞ്ഞു 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 സാധനങ്ങളാണ്, പക്ഷെ ഓവറോൾ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, മിടുക്കിയായിട്ട് പാടി. പിന്നെ ഈ പാട്ട് എന്താ പറയുക, എം ജെ സാർ പറഞ്ഞ പോലെ ജോബ് ചേട്ടനെ മെൻഷൻ ചെയ്യാതെ പോകാൻ പറ്റില്ല. എസ്പെഷ്യലി മലയാളം ഇൻഡി സീൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മലയാളം ഇൻഡിപെൻഡൻറ്റ് സീനിൽ ഹീസ് ദ ബെസ്റ്റ്. കാരണം മൂപ്പരാണ്, ജോബ് ചേട്ടനാണ് പല ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റുകളെയും സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് എന്ന് പറയാം. കാരണം നമ്മൾ ജോബ് ചേട്ടനെ കണ്ടിട്ടാണ് മൂവീസിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് തന്നെ കമ്പോസ് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ പാട്ടുകൾ എഴുതാൻ പറ്റും, നമുക്ക് തന്നെ ഇത്രയും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും സ്പേസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിപ്പിച്ച് തന്ന ഒരു ആളാണ് ജോബ് ചേട്ടൻ. ജോബ് എന്നെ ഒരു വളരെ നല്ലൊരു വ്യക്തിയും കൂടിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. വെരി ഹംബിൾ, വണ്ടർഫുൾ മ്യൂസീഷ്യൻ, ഹംബിൾ പേഴ്സൺ. നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു റോൾ മോഡൽ ആക്കാം തീർച്ചയായിട്ടും ജിതുവിന്. ശരിക്കും ജിതു പെർഫോമൻസ് കണ്ടിട്ടുണ്ടോ ജോബ് ചേട്ടന്റെ? കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ശരിക്കും. ഓരോ ആക്ട് ചെയ്യുമ്പോഴും ഇപ്പം പദയാത്ര എന്ന് പറഞ്ഞ സോങ് കേട്ടിട്ടുണ്ടോ ജിതു? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. ഹരീഷ് ചേട്ടനും ഹരീഷ് ശിവരാമകൃഷ്ണൻ ആൻഡ് ജോബ് ചേട്ടൻ കൂടെ പാടിയിട്ടുള്ള പാട്ട്. ഹരീഷ് ചേട്ടനും യെസ്, വെരി മച്ച്. എനിക്കൊക്കെ എന്നൊക്കെ ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ള സിംഗേഴ്സും ബാൻഡും ഒക്കെയാണ് ഇവരെന്ന് പറയുന്നത്. ശരിക്കും കറക്റ്റ്. പിന്നെ അതുപോലെ കണ്ണോട് കണ്ണായിടാ മൃദുല ചേച്ചിയുടെ കൂടെ പാടിയത്. അപ്പൊ ആ പാട്ടെന്ന് പറഞ്ഞാൽ 10-11 വർഷം മുന്നേ ചെയ്ത പാട്ടാ, പക്ഷെ അത് ഹിറ്റ് ആവണത് കഴിഞ്ഞ വർഷം അങ്ങനെ എന്തോ ആണ്. സോ ഇറ്റ്സ് ലൈക്ക് ദ കമ്പോസിഷൻസ് അപ്പോൾ അവരൊക്കെ ചെയ്തു വെച്ചിരിക്കുക. എസ്പെഷ്യലി ജോബ് ചേട്ടൻ്റെയും ഏങ്ങണ്ടിയൂർ സാറിൻ്റെയും ആ കോമ്പിനേഷൻ. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ജി, അദ്ദേഹമായിട്ട് എനിക്കൊരു കടപ്പാടുണ്ട്. കാരണം എനിക്ക് ഏനുണ്ടോടി എന്നുള്ള പാട്ട് തന്ന അദ്ദേഹമാണ്. അതിഗംഭീരമായിട്ട് അദ്ദേഹം ഈ ശൈലിയിലുള്ള പാട്ടുകളൊക്കെ അദ്ദേഹം എഴുതുമ്പോൾ സ്വന്തം ഒരു സ്റ്റാമ്പുണ്ട്, വേറെ ആരെയും പോലെയല്ല. സ്വന്തം ചിന്തകളും സ്വന്തം ഭാവനകളും അതിൻ്റെ വളരെ സൗന്ദര്യമാർന്ന ലാൻഡ്സ്കേപ്പുകളും അദ്ദേഹം കൊണ്ടുവരുന്നുണ്ടാകും. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു നമസ്കാരമുണ്ട്. ഡെഫിനറ്റ്ലി നമുക്കൊരു റോൾ മോഡലായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരാളാണ്. ഓക്കെ, പെട്ടെന്ന് ജോബേട്ടന് ഓർമ്മ വന്നു. അപ്പൊ അതൊക്കെയാണ് ജിതു ഇന്നത്തെ കഥകൾ. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. എം ജെ സർ, എന്ത് തോന്നി? ഒരു ഫയർ ഉണ്ടായിരുന്നു, ഒരു സ്പാർക്കല്ല, ഒരു ഫയർ. പല സ്പാർക്കുകളും ഒന്നിച്ച് കൂടുമ്പോഴാണ് ഫയർ ഉണ്ടാവുന്നത് അല്ലേ? ആ ഫയർ അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പെർഫോമൻസിൽ നമുക്കറിയാം വേണ്ട രീതിയിൽ ജിതുവിന് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഐ വാസ് ഷുവർ യു വിൽ ടേക്ക് ദിസ് അപ്പ് എന്നുള്ളത്. അപ്പൊ ആ രീതിയിലാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിറപറ യാറ അങ്ങനെയല്ലേ, അത് ഒരു സാ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും എവിടെയോ ചില സ്ഥലങ്ങളിൽ ആ സാ കറക്റ്റായിട്ട് ടച്ച് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും സോളിഡ് ആയിട്ടുള്ള കുറെ ഏരിയകളുണ്ടായിരുന്നു. അത് ഇതിനെ നിലനിർത്തുന്നുണ്ട്, ഈ ബിൽഡിങ്ങിനെ ഇങ്ങനെ നിലനിർത്തുന്നുണ്ട്. ഇന്നത്തെ പാട്ടിന്റെ ബിൽഡിങ്ങിനെ അതിന് ഫൗണ്ടേഷനുണ്ട്, അത്യാവശ്യം ഈ തൂണുകളുമുണ്ട്. അപ്പൊ അതിങ്ങനെ നിൽക്കുന്നുണ്ട്, ഗാംഭീര്യത്തോടെ നിൽക്കുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ഗാംഭീര്യം വന്നേനെ എങ്ങനെ ഒരു ഇമ്പാക്ട്. അപ്പൊ എപ്പോഴും ആ ഓർത്തോണം കേട്ടോ. അപ്പൊ സെമി ഫൈനലിലോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ കൺസിഡർ ചെയ്തോണം കേട്ടോ. കുറച്ച് കംഫർട്ട് സോൺ ആയാലും കുഴപ്പമില്ല, പക്ഷെ റിസ്ക് എടുക്കാതെ സൂപ്പറായിട്ട് അവിടെ അവതരിപ്പിക്കണം. ഓക്കെ, ജിതക്കുട്ടി, നമുക്ക് മൂന്നാൾക്കും ഒരേ അഭിപ്രായം നേരത്തെ പറഞ്ഞല്ലോ. അത് എന്തുകൊണ്ടാണ് പറയണെന്ന് വെച്ചാല്, ഇപ്പൊ ഈ ഒരു ജോണർ ജിതക്കുട്ടിയുടെ നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു ജോണറാണ്, കംഫർട്ട് സോണാണ്, വളരെ കംഫർട്ടബിൾ ആണ്. അതിന് ശരിക്കും പവർ പാക്ഡ് പെർഫോമൻസ് കൊടുക്കാൻ പറ്റിയ ഒരാളാണ്. അതുകൊണ്ടാണ് ഒരു സെമിറ്റോണെങ്കിലും കയറ്റിയിട്ട് ഈ പാട്ട് പാടിയിരുന്നു വെച്ചാൽ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. അതെപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇപ്പം നന്നായി ചെയ്തു, അതിൽ തെറ്റൊന്നും പറയാനില്ല. പക്ഷേ
ഇതിന്റെ 10 മടങ്ങ് നന്നാവുമായിരുന്നു. അപ്പൊ അതില് പാടാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി ചെയ്യണം. ഓക്കെ, നന്നായിരുന്നു ഇപ്രാവശ്യം ഇതിൽ പാടിയതൊക്കെ വളരെ നന്നായിരുന്നു. പക്ഷെ ഇതാണ് നമുക്ക് തോന്നിയ ഒരു സാധനം, അതായിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ഇനിയൊരു പെർഫോമൻസ് വരുന്ന സമയത്ത് കേട്ടോ. നല്ല ഡാൻസ് മൂവ്മെന്റ്സ് ഒക്കെ വളരെ ഗ്രേസ്ഫുൾ ആയിരുന്നു, നന്നായിരുന്നു. ഒരു എന്താ പറയാ, ഒരു ഫയർ ഉണ്ടായിരുന്നു, ഒരു പ്രൊഫഷണലിസം ഉണ്ട് ഡാൻസ് മൂവ്സിലും. ഓ യെസ്. പ്ലസ് ഈ കോസ്റ്റ്യൂം ഇസ് സോ ഗുഡ്. ശരിക്കും ആ ഒരു മൂവിയിലുള്ള ആ ഒരു കോസ്റ്റ്യൂം ഇൻസ്പയർഡ് ആയ പോലെ നല്ല രസമുണ്ട് കാണാൻ. All in all, it was a very good performance. ആണോ ഇത്? ഓക്കെ, അടിപൊളി. അനുഷ്കയുടെ അമ്മ ഒരു സ്റ്റാർ ആണ് അല്ലേ? സ്റ്റൈലിഷ്. Yes, good luck. Thank you. Jitu, it is going to be 97 out of 100 for you today. Thank you. അപ്പൊ ജിതക്കുട്ടൻ ഓൾ ഗുഡ് സെറ്റ് അല്ലേ? ഇനി സുഖമായി സമാധാനമായി പോയി കിടന്നുറങ്ങിക്കോട്ടോ. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. പാടൂ നമ്മളൊന്നല്ലേ